നാട്ടിലും മറുനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരുപിടി വിശേഷങ്ങളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വോട്ടിന് മന്തി ചോദിച്ച് ഒരു കൂട്ടർ, അപ്പുറത്തെ വാർഡിലെ സ്ഥാനാർത്ഥി സുന്ദരിയായതിന്റെ പേരിൽ വിഷമിക്കുന്ന മറ്റൊരു കൂട്ടർ. തിരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ചില വിശേഷങ്ങളുമായി നീതു എസ് രമേശൻ ചേരും. വോട്ടിന് കുപ്പി, ഒപ്പിന് കുപ്പി എന്നൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഈ ന്യൂജൻ കാലത്ത് മറ്റൊരു ആവശ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രെൻഡിങ്. വോട്ടിന് മന്തി. മന്തി തരുന്നവർക്ക് ഞങ്ങളുടെ വോട്ട് എന്നും പറഞ്ഞ് അടിച്ചിറക്കിയ പോസ്റ്ററാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് വൈറലായത്. അപ്പുറത്തെ വാർഡിലെ സ്ഥാനാർത്ഥി കൊള്ളാം, എന്റെ വാർഡിൽ ഇത്തവണയും പേരെഴുതി ഒപ്പിടാൻ പരസഹായം തേടുന്ന അമ്മിണി അവറുകൾ തന്നെ എന്നുള്ള രോദനങ്ങളും സോഷ്യൽ മീഡിയയിൽ കേൾക്കാം. തിരഞ്ഞെടുപ്പ് കാലത്ത് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ചില വിഷയങ്ങൾ നമുക്ക് പരിശോധിക്കാം. തരൂർ പൂവത്തിങ്കൽ 17-ാം വാർഡിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് മന്തി തരുന്നവർക്ക് തങ്ങളുടെ വോട്ട് എന്ന ഡിമാൻഡ് മുന്നോട്ട് വെച്ചതെന്നാണ് പ്രചരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത്. കളിയായാലും കാര്യമായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ചൂടേറുകയാണ്. പോസ്റ്ററിനെ പിന്തുണച്ചും എതിർത്തും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിറ്റിന് വേണ്ടി വോട്ട് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് മന്തിക്ക് വേണ്ടി വോട്ട് ചെയ്യാമെന്ന് അവർക്ക് തോന്നിക്കാണും. പിള്ളേർക്കറിയാം ഇപ്പോൾ ചോദിച്ചാൽ കിട്ടുമെന്ന്. മന്തി തരാം, പക്ഷേ അതിൻ്റെ കാശിനേക്കാൾ ഇരട്ടി അവർ ഊറ്റും. ജയിക്കുന്നവരെ കൊണ്ട് ആർക്കും പ്രയോജനമില്ല, മന്തിയെങ്കിലും കിട്ടുമല്ലോ, ആ ചെറുപ്പക്കാർ ബുദ്ധിയുള്ളവർ എന്നിങ്ങനെ പോകുന്നു അനുകൂലിച്ചുള്ള സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ. സ്വന്തം വ്യക്തിത്വം ഒരു മന്തിയിൽ അടിയറവ് വെച്ചവർ, ജനാധിപത്യത്തെ ഒരു മന്തിക്ക് വേണ്ടി ഒറ്റിക്കൊടുത്തവർ എന്നിങ്ങനെയുള്ള രൂക്ഷ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. കുറേ എണ്ണത്തിന് ജനാധിപത്യം എന്താണെന്നോ അതിൻ്റെ വിശാലമായ അർത്ഥങ്ങളോ ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും വിമർശിക്കുന്നവരുണ്ട്. അക്ഷരം തെറ്റാതെ ഇവരെ വിളിക്കാം അരാഷ്ട്രീയവാദികൾ എന്ന് വിമർശിച്ചുകൊണ്ടുള്ള ഗൗരവമാർന്ന രാഷ്ട്രീയ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അടുത്ത വാർഡിലെ സ്ഥാനാർത്ഥി കൊള്ളാം, ആള് സുന്ദരിയാണ്, സ്വന്തം വാർഡിലെയോ എന്ന് ആശങ്കപ്പെടുന്ന വിരുദ്ധന്മാരും സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. അപ്പുറത്തെ വാർഡിലേക്ക് മാറിയാലോ, വാർഡ് എങ്ങനെ മാറാമെന്ന് കൂട്ടുകാരൻ ചോദിക്കാൻ പറഞ്ഞു. അപ്പുറത്തെ വാർഡിൽ പോയി വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെയാണ് ഇക്കൂട്ടരുടെ ചർച്ച. യുവാക്കൾ എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അല്പം സ്പെഷ്യൽ തന്നെയാണ്. ന്യൂജൻ അല്ലെങ്കിൽ ജെൻസി എന്ന പേരിലൊക്കെയാണ് അവർ അറിയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന ഈ കാലത്ത് അവർ സ്ഥാനാർത്ഥികളാകുമ്പോൾ സംഗതി കളറാണ്. പക്ഷേ അവരെ വെച്ച് മുതിർന്ന സ്ഥാനാർത്ഥികളെ കളിയാക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ലുക്കിലല്ല വർക്കിലാണ് കാര്യമെന്ന് പറഞ്ഞ് ഇത്തരം ട്രോളുകൾക്ക് മറുപടി കൊടുക്കുന്നവരും ഏറെയുണ്ട്. ജനാധിപത്യത്തിന്റെ ഉത്സവം കൊട്ടിക്കയറുകയാണ്. എല്ലാ തവണത്തെയും പോലെ പ്രധാന അങ്കത്തെട്ട് സോഷ്യൽ മീഡിയ തന്നെയാണ്. തിരുവനന്തപുരത്തുള്ള വൈഷ്ണവ് മുതൽ കണ്ണൂരുള്ള അനുശ്രീ വരെ നമ്മുടെ തൊട്ടടുത്ത വാർഡിലെ സ്ഥാനാർത്ഥികളെ പോലെയായതിനു പിന്നിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. എന്തായാലും ചർച്ചകൾ കൊഴുക്കട്ടെ, തിരഞ്ഞെടുപ്പ് കളറാകട്ടെ, അർഹിക്കുന്നവർ വിജയിക്കട്ടെ. മോഹൻലാലിന്റെ ഇരുവറും ദുൽഖർ സൽമാന്റെ കാന്തയും തമ്മിലുള്ള താരതമ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച് ചർച്ചയാകുന്നത്. ഇതിനൊപ്പം ഇരുവറിലെ മോഹൻലാലിന്റെ പ്രകടനത്തെ ചൊല്ലിയും ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ ചർച്ചകളുടെ വിശദ വിവരങ്ങളുമായി അമൽ ശശികുമാർ ചേരുന്നു. മണിരത്നത്തിന്റെ ഇരുവറിലെ മോഹൻലാലിന്റെ പ്രകടനം അത്ര നന്നായില്ലേ? ഭാഷ കൈകാര്യം ചെയ്യാൻ മമ്മൂട്ടിയെ പോലൊരു എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് മോഹൻലാലിന്റെ ഡയലോഗ് ഡെലിവറി കാരണം ചിത്രത്തിലെ ഒരു രംഗം മ്യൂട്ട് ചെയ്ത് BGM ഇടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പ്രകടനം നാടകീയമായി പോയോ? MGRനെ പോലെ തോന്നിയില്ലേ? എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നത്? അടുത്തിടെ റിലീസായ തമിഴ് ചിത്രം കാന്തയിൽ ദുൽഖർ സൽമാൻ ഒരു വിന്റേജ് നടന്റെ വേഷമായിരുന്നു അവതരിപ്പിച്ചത്. ചിത്രത്തിലെ താരത്തിന്റെ പ്രകടനം ഏറെ പ്രശംസകൾ നേടിയെടുക്കുകയും ചെയ്തു. കാന്തയുടെ റിലീസിന് മുൻപേ ഇരുവരും കാന്തയും തമ്മിലുള്ള താരതമ്യങ്ങൾ ഉടലെടുത്തിരുന്നു. അതോടെ ആരാധകർ ചേരിതിരിഞ്ഞ് ഫാൻ ഫൈറ്റ് തുടങ്ങി. ഇതിനിടയിൽ ഇരുവരിലെ മോഹൻലാലിന്റെ പ്രകടനത്തെപ്പറ്റി ചിലർ ഉന്നയിച്ച ആരോപണങ്ങളാണ് മേൽപ്പറഞ്ഞവ. ആദ്യം തന്നെ പരക്കെയുള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് പറയട്ടെ. ഇരുവർ MGRന്റെ ബയോപിക് ആണെന്നതാണത്. ചിത്രം MGRന്റെയും കരുണാനിധിയുടെയും ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നത് സത്യമാണ്. കഥയ്ക്കുള്ള ആദ്യ വിത്ത് മണിരത്നത്തിന്റെ മനസ്സിൽ പാകിയതാവട്ടെ സാക്ഷാൽ MD വാസുദേവൻ നായരും. എന്നാൽ ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് ആനന്ദൻ എന്നാണ്, MG രാമചന്ദ്രൻ എന്നല്ല. പ്രകാശ് രാജ് അവതരിപ്പിച്ചത് കരുണാനിധിയെയല്ല, തമിഴ് സെൽവനെയാണ്. ഐശ്വര്യ റായ് അവതരിപ്പിച്ചത് ജയലളിതയെയല്ല, കൽപ്പനയെയാണ്. കൽപ്പന ആനന്ദന്റെ മരണത്തിന് ശേഷം മുഖ്യമന്ത്രിയാകുന്നുമില്ല, മറിച്ച് ആനന്ദന് മുൻപേ അപകടത്തിൽ മരണമടയുകയാണ്. MGRനെ മിമിക്ക് ചെയ്യാനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പോലെ തൊപ്പിയും സിഗ്നേച്ചർ കണ്ണടയും ഷോളും ഒക്കെ മോഹൻലാലിന് നൽകാമായിരുന്നു. എന്നാൽ അവ പോസ്റ്റർ സ്റ്റില്ലുകളിൽ മാത്രം ഒതുങ്ങി.
തൊണ്ടയ്ക്ക് വെടിയേറ്റ് ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയാതെ വന്ന MGRന്റെ പ്രത്യേക സംസാര ശൈലി അനുകരിക്കാൻ ശ്രമിക്കാമായിരുന്നു. എന്നാൽ ഇതൊന്നും മണിരത്നം ആവശ്യപ്പെട്ടതേയില്ല. മനസ്സിൽ കണ്ട വേഷത്തിലേക്ക് രാജ്യത്തെ ഏറ്റവും അനുയോജ്യനായ നടനെ അദ്ദേഹം തിരഞ്ഞെടുത്തു. MGR ഒരു മലയാളിയായതിനാലാണ് മോഹൻലാലിനെ തിരഞ്ഞെടുത്തത് എന്നും ഒരു ആരോപണമുണ്ട്. എന്നാൽ അങ്ങനെയാണെങ്കിൽ തമിഴ് സെൽവനായി ആദ്യം കാസ്റ്റ് ചെയ്തത് മമ്മൂട്ടിയെയാണ്. പിന്നീട് ആ വേഷം എത്തിയതാകട്ടെ കർണാടകക്കാരനായ പ്രകാശ് രാജിലേക്കും. മോഹൻലാലിന്റെ ആനന്ദൻ ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ സംഭാഷണത്തെ മറച്ചുകൊണ്ട് റഹ്മാന്റെ BGM കയറി വരുന്നുണ്ട്. എന്നാൽ അതിന് കാരണം തമിഴ്നാട്ടിലെ സെൻസിറ്റീവായ രാഷ്ട്രീയമായിരുന്നു. ആ ഡയലോഗുകൾ DMKക്കെതിരെയുള്ള വിമർശനമായിരുന്നു എന്നതായിരുന്നു അക്കാലത്തുയർന്ന ആരോപണം. ഭാഷകളും ഭാഷാ ശൈലിയും കൈകാര്യം ചെയ്യുന്നതിൽ താരതമ്യേന പരിമിതിയുള്ള മോഹൻലാലിന്റെ തമിഴിലെ എന്നല്ല അന്യഭാഷാ സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച ഡയലോഗ് ഡെലിവറിയുള്ള കഥാപാത്രമായിരുന്നു ആനന്ദൻ. ഇരുവർ മണിരത്നത്തിന്റെ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയുന്നത് വെട്രിമാരനെയും സത്യനന്ദിക്കാടിനെയും പോലെയുള്ള സംവിധായകരും തമിഴിലെ തന്നെ പ്രമുഖരായ അഭിനേതാക്കളും മാത്രമല്ല, മണിരത്നം തന്നെയും അത് സമ്മതിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ സിനിമയുടെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന കമൽ മണിരത്നം ക്ലാസിക് നായകൻ അപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോഴാണ് മണിരത്നത്തിന്റെ ക്രാഫ്റ്റിന്റെയും മോഹൻലാലിന്റെ സൂക്ഷ്മാഭിനയത്തിന്റെയും വിലയറിയുന്നത്. ഏതായാലും 2 അന്യഭാഷാ സിനിമകളിൽ വളരെ പ്രസ്റ്റീജിയസ് ആയ 2 വേഷങ്ങൾ അഭിനയിക്കാൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും 2 പേരെ ക്ഷണിക്കുകയും അവരത് മനോഹരമായി ചെയ്തു തീർക്കുകയും ചെയ്യുമ്പോൾ അതിൽ അഭിമാനിക്കുന്നത് വിട്ടിട്ട് അവരെ തമ്മിൽ ത്രാസിൽ തൂക്കി നോക്കി പരസ്പരം ചെളി വാരിയെറിയുന്ന പ്രവൃത്തി നമ്മുടെ നാട്ടിൽ മാത്രമേ കാണാൻ സാധിക്കൂ. വെറും 2 സെക്കൻഡ് വീഡിയോ, 48 മില്യൺ കാഴ്ചക്കാർ. സോഷ്യൽ മീഡിയയിൽ വൈറലായ ബന്ദാന യുവതിയുടെ വീഡിയോയെ കുറിച്ച് പൂജ രമേശ് പറയും. ഒരു നിമിഷം മതി ജീവിതം മാറിമറിയാനെന്ന് കേട്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലാണെങ്കിൽ 1 സെക്കൻഡ് മതി വൈറലാവാൻ. ചിലർ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെയാണ് സോഷ്യൽ മീഡിയയിലെ താരമായി മാറുന്നത്. അത്തരത്തിൽ ഒരു 2 സെക്കൻഡ് വീഡിയോ കൊണ്ട് എല്ലാവരും ചർച്ചാ വിഷയമാക്കിയ പെൺകുട്ടിയാണ് ബന്ദാന ഗേൾ. വിവിധ നിറത്തിലുള്ള ഒരു തൂവാല തലയിൽ കെട്ടി ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാകും. വെറുതെ ഒരു 2 സെക്കൻഡ് വീഡിയോ എടുത്തത് മാത്രമേ ആ കുട്ടിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് അവൾക്ക് സോഷ്യൽ മീഡിയയിലെ താരമായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അഡ്വേർഡ് ജനറേറ്റർ എന്ന എക്സ് യൂസർ തന്റെ അക്കൗണ്ടിൽ നിന്ന് മേക്കപ്പ് എറ്റ് ടുഡേ എന്ന ക്യാപ്ഷനിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ 50 മില്യൺ ആളുകളാണ് കണ്ടത്. ദി ജഗ്ഗർനോട്ട് എന്ന വെബ്സൈറ്റാണ് ബന്ദാന ഗേളിന്റെ പേര് പ്രിയങ്ക എന്നാണെന്ന് കണ്ടെത്തിയത്. പിന്നീട് അവളുടെ വീഡിയോയ്ക്ക് ലഭിച്ച വരുമാനത്തിനെ കുറിച്ചായി ചർച്ച. സോഷ്യൽ മീഡിയ വിദഗ്ധരും കണ്ടന്റ് പ്രൊഡ്യൂസേഴ്സും 2 സെക്കൻഡുള്ള വീഡിയോയ്ക്ക് 5 ലക്ഷം രൂപ വരെ ലഭിക്കുമെന്നും പ്രൊമോഷനും പരസ്യങ്ങളും ഒക്കെ ലഭിക്കുകയാണെങ്കിൽ വരുമാനം അതിലും വർദ്ധിക്കുമെന്നൊക്കെയായി അഭിപ്രായങ്ങൾ. പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കടിയിൽ കമന്റുകളും മീമുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുകയും ഇത് അനുകരിച്ചുകൊണ്ടുള്ള AI വീഡിയോകൾ പലരും നിർമ്മിക്കുകയും പിന്നീടത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തതോടെ വീഡിയോ ട്രെൻഡിംഗ് ആയി മാറി. പ്രിയങ്കയെ മെൻഷൻ ചെയ്ത് പോസ്റ്റുകൾ പങ്കുവെക്കുക കൂടിയായപ്പോൾ തന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് റിമൂവ് ചെയ്യുകയും തന്റെ എക്സ് അക്കൗണ്ട് അവൾ പ്രൈവറ്റ് ആക്കുകയും ചെയ്തു. തന്റെ വീഡിയോയ്ക്ക് ഇത്രത്തോളം റീച്ച് ലഭിക്കുമെന്ന് കരുതിയില്ലെന്നും വെറും 1000 ലൈക്കുകൾ പ്രതീക്ഷിച്ചെടുത്ത് നിന്നാണ് വീഡിയോ തന്റെ കൈവിട്ടു പോയതെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കുന്നു. തന്റെ ചിത്രം ഉപയോഗിച്ച് വ്യാപകമായി AI കണ്ടന്റുകൾ നിർമ്മിക്കുന്നതിലും അവ ദുരുപയോഗം ചെയ്യുന്നതിലും താൻ അസ്വസ്ഥ ആണെന്നും അവൾ പറയുന്നു. ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ അത് എത്ര വേഗത്തിൽ പ്രചരിക്കുമെന്നോ അത് ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നോ ആർക്കും പ്രവചിക്കാൻ പോലും സാധിക്കില്ല. ചിലർ അവളുടെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ മറ്റു ചിലർക്ക് അത് അവളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു. നിങ്ങൾ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വർഷത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഇവന്റുകളിൽ ഒന്നാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ. എന്താണ് ഈ ഷോപ്പിംഗ് മാമാങ്കമായ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നുമുള്ള വിശദ വിവരങ്ങളുമായി സ്വപ്ന സുജിത് ചേരും. വർഷാവസാനമാകുമ്പോൾ ഷോപ്പിംഗ് പ്രേമികളെ തേടിയെത്തുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ. ലോകമെമ്പാടുമുള്ള റീറ്റെയിൽ സ്ഥാപനങ്ങളും കൊമേഴ്സ് ഭീമന്മാരും ഉപഭോക്താക്കൾക്കായി 80% വരെ കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്ന ഈ ആഗോള പ്രതിഭാസം ഔദ്യോഗികമായി ക്രിസ്മസ് ഷോപ്പിംഗ് സീസൺ ആരംഭിക്കുന്നതിന്റെ സുപ്രധാന സൂചന കൂടിയാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ താങ്ക്സ് ഗിവിംഗ് ദിനമായ നവംബറിലെ 4ാമത്തെ വ്യാഴാഴ്ചയ്ക്ക് പിറ്റേന്നുള്ള വെള്ളിയാഴ്ചയാണ് ഈ സുപ്രധാനമായ ബ്ലാക്ക് ഫ്രൈഡേ ആഘോഷിക്കപ്പെടുന്നത്. വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ആകർഷകമായ വിലക്കുറവിൽ സ്വന്തമാക്കാൻ ഉപഭോക്താക്കൾ ഒഴുകിയെത്തുന്നതിനാൽ ബ്ലാക്ക് ഫ്രൈഡേ വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ ഷോപ്പിംഗ് ദിനങ്ങളിൽ ഒന്നാണ്.
ഈ വിൽപ്പനയുടെ ആവേശം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നതാണ് വാസ്തവം. സാധാരണയായി ഈ കിഴിവുകൾ വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ സൈബർ മൺഡേ വരെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കാറുണ്ട്. ഈ ഒരാഴ്ച കാലയളവിനെ സൈബർ വീക്ക് എന്ന് വിളിക്കുന്നു. ഒരു വർഷത്തെ ആകെ വിൽപ്പനയുടെ 1% വരെ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കുന്നു എന്ന കണക്കുകൾ ഈ സമയത്തിന്റെ സാമ്പത്തിക പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിൽ ഓൺലൈൻ വ്യാപാരങ്ങൾ ശക്തിപ്പെട്ടതോടെ അമേരിക്കൻ നാടുകളിൽ മാത്രം ആഘോഷിക്കപ്പെട്ടിരുന്ന ബ്ലാക്ക് ഫ്രൈഡേ വിൽപ്പനമേള അതിർത്തികൾ കടന്ന് ഒരു ആഗോള പ്രതിഭാസമായി മാറി. നിലവിൽ ഇന്ത്യയിലെ ഷോപ്പിംഗ് കലണ്ടറിലെ ഒരു പ്രധാന ഇവന്റായി ബ്ലാക്ക് ഫ്രൈഡേ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഇതൊരു അവധി ദിനമാണെങ്കിലും ഇന്ത്യയിൽ ഇത് ഔദ്യോഗിക അവധിയല്ല. എങ്കിലും ക്രിസ്മസ് ഷോപ്പിംഗ് സീസൺ ആരംഭിക്കുന്ന ഈ ആഗോള ഇവന്റിന് ഇന്ത്യയിലെ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും റീറ്റെയിൽ സ്ഥാപനങ്ങളും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ വർഷം നവംബർ 28-നാണ് ഔദ്യോഗിക ബ്ലാക്ക് ഫ്രൈഡേ എങ്കിലും വിൽപ്പനയുടെ ആവേശം മുതലെടുക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നേരത്തെ തന്നെ ഡീലുകൾ പ്രഖ്യാപിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ട് നവംബർ 23 മുതൽ തന്നെ ഇലക്ട്രോണിക്സ്, സ്മാർട്ട് ഫോണുകൾ, ഫാഷൻ എന്നിവയ്ക്ക് 80% വരെ കിഴിവുകളോടെ സെയിൽ ആരംഭിച്ചു. ആമസോൺ ഇന്ത്യ നവംബർ 27 മുതൽ വിൽപ്പന തുടങ്ങുകയും പ്രൈം അംഗങ്ങൾക്ക് ഒരു ദിവസം മുൻപ് പ്രവേശനം നൽകുകയും ചെയ്യുന്നു. ഇവിടെ ഗാഡ്ജറ്റുകൾ, എക്കോ സ്പീക്കറുകൾ, കിൻഡൽ തുടങ്ങിയവയ്ക്ക് 65% വരെ കിഴിവും അധിക ബാങ്ക് ഡിസ്കൗണ്ടുകളും ലഭ്യമാകും. മീഷോ ഫാഷൻ, വീട്ടുപകരണങ്ങൾ എന്നിവയിൽ മികച്ച ഓഫറുകൾ നൽകാനും സാധ്യതയുണ്ട്. ആഗോളതലത്തിൽ വാൾമാർട്ട് പോലുള്ള സ്ഥാപനങ്ങൾ നവംബർ 25 മുതൽ തന്നെ ഡീലുകളുമായി എത്തുന്നു. ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം ഔദ്യോഗിക തീയതിക്ക് മുൻപ് വിൽപ്പന തുടങ്ങുകയും സൈബർ മൺഡേ അതായത് ഡിസംബർ 1 വരെ വിൽപ്പന നീട്ടുകയും ചെയ്ത് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഇഷ്ട ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ മികച്ച അവസരം ഒരുക്കുന്നു. ആമസോൺ എക്കോ സ്പീക്കറുകൾ, കിൻഡിൽസ്, ആപ്പിൾ മാക് മിനി, സാംസങ് ഗാലക്സി ബുക്ക് തുടങ്ങിയ പ്രമുഖ ഗാഡ്ജറ്റുകൾക്കും H&M, സാറ, അഡിഡാസ്, മിൻട്ര, നൈക്ക് തുടങ്ങിയ ഫാഷൻ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകളും വൻ കിഴിവുകൾ ഈ ദിവസങ്ങളിൽ നൽകാറുണ്ട്. അങ്ങനെ ഇന്ത്യൻ വിപണിയിൽ ബ്ലാക്ക് ഫ്രൈഡേ കാര്യമായി തന്നെ ആഘോഷിക്കപ്പെടാറുണ്ടെന്നതാണ് സത്യം. ഈ ദിവസത്തിന് ബ്ലാക്ക് ഫ്രൈഡേ എന്ന പേര് ലഭിച്ചതിന് പിന്നിൽ 2 പ്രധാന കാരണങ്ങളുണ്ട്. 1950കളിൽ താങ്ക്സ് ഗിവിംഗിന്റെ പിറ്റേ ദിവസം നഗരത്തിലേക്ക് ഒഴുകിയെത്തിയ ഉപഭോക്താക്കളുടെ വൻ തിരക്കും അതുമൂലമുണ്ടായ ഗതാഗത കുരുക്കും സൂചിപ്പിക്കാൻ ഫിലാഡൽഫിയയിലെ പോലീസ് ഉപയോഗിച്ച പദമാണ് ഇതെന്നതാണ് ഒന്നാമത്തെ വാദം. രണ്ടാമത്തതും കൂടുതൽ പ്രചാരമുള്ളതുമായ കാരണം ചില്ലറ വ്യാപാരികളുടെ വാർഷിക വരവ് ചെലവ് കണക്കുകൾ ചുവപ്പ് മഷിയിൽ നിന്ന് രേഖപ്പെടുത്തിയ നഷ്ടത്തിൽ നിന്ന് വൻ വിൽപ്പനയിലൂടെ കറുപ്പ് മഷിയിൽ രേഖപ്പെടുത്തിയ ലാഭത്തിലേക്ക് മാറുന്ന ദിവസമാണിത് എന്ന വിശ്വാസമാണ്. അതായത് ക്രിസ്മസ് വ്യാപാരത്തിനായി പുതിയ സ്റ്റോക്കുകൾ കൊണ്ടുവരുന്നതിന് മുമ്പ് നിലവിലെ സ്റ്റോക്കുകൾ വൻ വിലക്കിഴിവോടെ വിറ്റഴിച്ചു വ്യാപാരികൾ ലാഭത്തിലേക്ക് കടക്കുന്ന ദിവസമാണിത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകം എമ്പാടുമുള്ള ഷോപ്പിംഗ് പ്രേമികൾക്ക് തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള മികച്ച അവസരമാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ. ഇതിനോടൊപ്പം തന്നെ ബ്ലാക്ക് ഫ്രൈഡേ സെയിലുകളിൽ പറ്റിക്കപ്പെടാതിരിക്കാനും യഥാർത്ഥത്തിൽ ലാഭകരമായ ഡീലുകൾ നേടാനും ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമായ കാര്യമാണ്. ശാരീരിക പരിമിതികളെ മറികടന്ന് വിജയിക്കുന്നവരുടെ കഥകൾ എന്നും നമ്മെ പ്രചോദിപ്പിക്കാറുണ്ട്. അത്തരമൊരു വിജയമാണ് ബ്ലൈൻഡ് T20 ലോകകപ്പിൽ ഇന്ത്യ നേടിയത്. കിരീട നേട്ടത്തിന്റെ കഥ പറയുന്നു മെറിൻ കെ ബിജു. ശാരീരിക പരിമിതികളെ തരണം ചെയ്ത് നേട്ടങ്ങൾ കൊയ്യുന്നതിന്റെ വാർത്തകൾ അത് നാം ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും നോക്കിക്കാണാറുള്ളതാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു വാർത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് നിന്ന് വന്നിരുന്നു. അതെ, പ്രഥമ ബ്ലൈൻഡ് T20 ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ട് ഇന്ത്യൻ വനിതകൾ. കൊളംബോയിൽ നടന്ന കലാശപ്പോര് നേപ്പാളിനെ 7 വിക്കറ്റുകൾക്ക് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ വനിതകൾ ആ കിരീടത്തിൽ മുത്തമിട്ടത്. ടൂർണമെന്റിലുടനീളം അപരാജിതരായായിരുന്നു ഇന്ത്യ ആ ചരിത്ര നേട്ടത്തിലേക്ക് എത്തിയത്. ഫൈനൽ പോരാട്ടത്തിൽ ബാറ്റിംഗിനായി ആദ്യം കളത്തിലിറങ്ങിയ നേപ്പാൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്തത് 114 റൺസ്. മറുപടി ബാറ്റിംഗിനായി ക്രീസിലെത്തിയ ഇന്ത്യ 12 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം സ്വന്തമാക്കി. നേപ്പാളിനെതിരെ മറുപടി ബാറ്റിംഗിൽ 44 റൺസ് നേടി പുറത്താകാതെ നിന്ന ഇന്ത്യയുടെ ഫുല സറൈനയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഫൈനൽ പോരാട്ടത്തിലും ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു നാം കണ്ടത്. നേപ്പാൾ ബാറ്റർമാർക്ക് ഇന്നിംഗ്സിൽ ആകെ നേടാൻ സാധിച്ചത് ഒരേ ഒരു ബൗണ്ടറി. സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയായിരുന്നു ഇന്ത്യ കലാശപ്പോരിലേക്ക് യോഗ്യത നേടിയത്. അതേസമയം പാകിസ്ഥാനെ കീഴടക്കിയായിരുന്നു നേപ്പാളിന്റെ ഫൈനൽ പ്രവേശം. ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായത് പാകിസ്ഥാൻ താരം മെഹ്റൈൻ അലി. ടൂർണമെന്റിൽ 600 റൺസ് അടിച്ചെടുത്ത മെഹ്റൈൻ ശ്രീലങ്കയ്ക്കെതിരെ 78 പന്തിൽ 230 റൺസായിരുന്നു നേടിയത്. ഓസ്ട്രേലിയക്കെതിരെ താരം സെഞ്ചുറിയും സ്വന്തമാക്കി. വെളുത്ത നിറത്തിലുള്ള പ്ലാസ്റ്റിക് പന്ത് ഉപയോഗിച്ചാണ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിക്കുന്നത്. താരങ്ങൾക്ക് പന്തിന്റെ വരവ് കേട്ട് മനസ്സിലാക്കുന്നതിനായി കിലുക്കമുള്ള പന്താണ് ഉപയോഗിക്കുക. ബാറ്ററോട് തയ്യാറാണോ എന്ന് ചോദിച്ച ശേഷം ബൗളർ പ്ലേ എന്ന് പറഞ്ഞാണ് അണ്ടറാമായി പന്തെറിയുന്നത്.
പന്ത് ഒരു തവണയെങ്കിലും ബൗൺസ് ചെയ്യണമെന്നും നിർബന്ധമുണ്ട്. സാധാരണ ക്രിക്കറ്റിലേതുപോലെ ടീമിൽ 11 താരങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിൽ 4 പേർ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടവരാകണം. കൂടാതെ കണ്ണു മറച്ചുവെച്ച് വേണം എല്ലാവരും ഗ്രൗണ്ടിൽ ഇറങ്ങാൻ. പരിമിതികളെ തരണം ചെയ്ത് നേടിയ ഈ ഉജ്ജ്വല വിജയം മറ്റെന്തിനേക്കാളും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധനാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം സ്വപ്ന സുജിത് ആൻഡ് കീപ് വാച്ചിങ് 24.